അദ്ദർസു റാബിഅ ഖും ലിൽ മുഅല്ലിമി അധ്യാപകന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. ഖും ലിൽ മുഅല്ലിമി അധ്യാപകനെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. വഫിഹി തബ്ജീല അധ്യാപകന് പൂർണ്ണമായ ആദരവ് നൽകുക. കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല അധ്യാപകനൊരു പ്രവാചകനെ പോലെയാണ്, പ്രവാചകനെ പോലെയാകാനായിരിക്കുന്നു. പ്രവാചകനോടാണ് കവി ഇവിടെ അധ്യാപകനെ ഉപമിച്ചിരിക്കുന്നത്. പ്രവാചകനാണ് ഏറ്റവും വലിയ അധ്യാപകൻ അല്ലേ. പ്രവാചകൻ്റെ ജോലി എന്താണ്? അധ്യാപനം തന്നെയാണ്. ഒരു കണക്കിന് അതൊരു അധ്യാപനമാണല്ലേ. ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. ഏകദൈവത്തെക്കുറിച്ചും നന്മയും തിന്മയും അങ്ങനെയെല്ലാം പഠിപ്പിക്കുന്ന ആളാണ് പ്രവാചകൻ. അപ്പോൾ അധ്യാപകനെ പ്രവാചകനോട് ഉപമിച്ചിരിക്കുന്നു ഇവിടെ കവി. ആലിം ത അഷറഫ ഔ അജല്ല മിനല്ലതി യബ്നി വയുൻഷിഉ അൻഫുസം വ ഒക്കൂല മനുഷ്യരുടെ മനസ്സുകളെ വളർത്തിയെടുക്കുന്ന, നിർമ്മിച്ച് വളർത്തി പരിപാലിച്ച് എടുക്കുന്നവനേക്കാൾ മഹത്വമുള്ളവനെ നിനക്കറിയാമോ? അറിയില്ല അല്ലേ. മനുഷ്യരുടെ മനസ്സിനെ വളർത്തിയെടുക്കുന്നവൻ, അതിനെ നിർമ്മിച്ചെടുക്കുന്നവനാണ് ഏറ്റവും മഹത്വമുള്ളവൻ. അതാരാണ് ആ ജോലി ചെയ്യുന്നത്? അധ്യാപകനാണ്. തൻ്റെ വിദ്യാർത്ഥികളുടെ മനസ്സുകളെ പരിപാലിച്ച് കൊണ്ടുവരുന്നവനവനാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ഖൈറ മുഅല്ലിമിൻ അള്ളാഹുവെ നീയാണ് ഏറ്റവും വലിയ അധ്യാപകൻ. അല്ലം തബിൽ കലമിൽ ഖുറൂനൽ ഊല മുൻകാല നൂറ്റാണ്ടുകളിലെ ആളുകളെ നീ പേന കൊണ്ട് പഠിപ്പിച്ചു. അഹ്റജ് തഹാദൽ അക്കലമിൻ ളുലുമാത്തിഹി മനുഷ്യരുടെ ഈ ബുദ്ധിയെ നീ അതിൻ്റെ അന്ധകാരങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. വഹദൈതഹു അന്നൂറൽ മുബീന സബീല എന്നിട്ട് ആ ബുദ്ധിക്ക്, ആ മനുഷ്യബുദ്ധിയിൽ പ്രകാശിക്കുന്ന പ്രകാശപൂരിതമായ സന്മാർഗം നീ സന്മാർഗത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ മനുഷ്യബുദ്ധിയെ. എന്ന് വെച്ചാൽ മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്തു. വതബഅതഹു ബിയദിൽ മുഅല്ലിമി താറത്തൻ അധ്യാപകൻ്റെ കൈകൊണ്ട് താറത്തൻ സ്വതി അൽ ഹദീദു ചിലപ്പോൾ അതിനെ അധ്യാപകൻ്റെ കൈകൊണ്ട് തബഅതഹു നീ ആ മനുഷ്യബുദ്ധിയെ തബഅതഹു വാർത്തെടുത്തിരിക്കുന്നു. താറത്തൻ സ്വതി അൽ ഹദീദു ചിലപ്പോൾ അത് തുരുമ്പ് പിടിച്ച ഇരുമ്പ് പോലെയായിരുന്നു. വതാറത്തൻ മസ്കൂല മറ്റു ചിലപ്പോൾ അതിനെ കടഞ്ഞെടുത്ത മിനുസമുള്ള ഇരുമ്പ് പോലെയാക്കി. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ തുരുമ്പെടുത്ത മനസ്സാണെങ്കിലും അതിനെയാക്കി നീ നല്ല മിനുസമുള്ള മനസ്സാക്കി മാറ്റിയിരിക്കുന്നു. അർസൽ തബി തൗറാത്തി മൂസ മുർഷിദൻ തൗറാത്തും കൊണ്ട് മൂസയെ ഒരു സന്മാർഗദർശകനായിക്കൊണ്ട്, ഒരു സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളായിക്കൊണ്ട് മൂസ നബിയെ നീ അയച്ചു. വബ്നൽ ബത്തൂലി അതേപോലെ ഈസാ നബിയെയും, ബത്തൂലിൻ്റെ മകൻ മീൻസ് ഇബ്നു മറിയമിൻ്റെ മകനെയും ഈസാ നബിയെയും നീ അയച്ചു. ഫഅല്ലമൽ ഇഞ്ചീല അങ്ങനെ ഈസാ നബി ഇഞ്ചീല പഠിപ്പിച്ചു, മൂസാ നബി തൗറാത്ത് പഠിപ്പിച്ചു. വഫജർ തയംബു അൽ ബയാനി മുഹമ്മദൻ അങ്ങനെ പ്രബോധനത്തിൻ്റെ, അധ്യാപനത്തിൻ്റെ ഉറവനി പൊട്ടിച്ചു വിട്ടു മുഹമ്മദിൽ കൂടെ. മീൻസ് മുഹമ്മദ് നബി ഏറ്റവും വലിയ അധ്യാപനം നടത്തി. ഫസക്കൽ ഹദീസ വനാവല തൻസീല നബി പ്രവാചകൻ മുഹമ്മദ് നബി ഹദീസും അതേപോലെ ഖുർആനും രണ്ടും പഠിപ്പിച്ചു. മീൻസ് നബിയുടെ വചനങ്ങളും അള്ളാഹുവിൻ്റെ വചനങ്ങളും പഠിപ്പിച്ചു. ഇത് വലിയൊരു കവിതയാണ് ആരുടെ? അഹമ്മദ് ഷൗക്കിയുടെ. അതിൽ നിന്നും കുറച്ച് വരികൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ആരാണ് അഹമ്മദ് ഷൗക്കി? അൽ മഅറൂഫ് ബിലഖബി അമീർ ഷുഅറ കവികളുടെ നേതാവ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു കവിയാണ് അദ്ദേഹം. അഹദ് അബ്രസ് ഷുഅറ ഇൽ അറബി ഫിൽ അസ്രിൽ ഹദീസ് ആധുനിക കാലഘട്ടത്തിലെ അറബ് കവികളിൽ ഏറ്റവും മികച്ച ഒരു കവിയാണ്. ഏറ്റവും മികച്ച കവികളിൽ ഒരാളാണ് ഇദ്ദേഹം. ഉലിദ ഫി 16 ഒക്ടോബർ സനത്ത 1868 മീലാദിയ 1868 ഒക്ടോബർ 16 അദ്ദേഹം ജനിച്ചത്. ഫിൽ ഖാഹിറ കൈറോയിൽ, ഈജിപ്തിൽ. വതുഫിയ ഫി 14 ഒക്ടോബർ 1932 മീലാദിയ 1932 ഒക്ടോബറിൽ മരിച്ചു. ലഹു ഇസ്ഹാമാത്തുൻ കസീറത്തുൻ അദ്ദേഹത്തിന് ധാരാളം കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ഫിൽ അദബിൽ അറബ് സാഹിത്യത്തിൽ ഒരുപാട് പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഫി മജാലി ശഅരി വൻ നസ്രി കവിതയിലും അതേപോലെ കവിതാ സാഹിത്യത്തിലും ഗദ്യ സാഹിത്യത്തിലും. യതമയ്യസു ഷിഅറു അഹമ്മദ് ഷൗക്കിയുടെ കവിത സവിശേഷമാകുന്നു ബി മതാനത്തി ലുഗത്തിഹി അദ്ദേഹത്തിൻ്റെ ശക്തമായ ഭാഷ കൊണ്ടും, വസുവരിഹി ശിഅരിയത്തി കാവ്യാത്മകമായ ചിത്രീകരണം കൊണ്ടും. യുആലിജു ഫീഹി മവാലി വതനിയ അദ്ദേഹം അതിൽ കൈകാര്യം ചെയ്യുന്നു
മവാദി വതനീയ ദേശീയ വിഷയങ്ങൾ, വജിത്തിമായ സാമൂഹിക വദീനീയ മതപരവും ദേശീയവും സാമൂഹികവുമായ വിഷയങ്ങൾ അദ്ദേഹം തൻ്റെ കവിതകളിൽ കൈകാര്യം ചെയ്യുന്നു. മിൻ അബ്രസി അമാലിഹി അശ്ശേരിയ, അദ്ദേഹത്തിൻ്റെ കവിതാരചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഷൗക്കിയാത്ത് എന്ന കവിതാ സമാഹാരം. വഹിയ മജ്മുഅത്തുൻ ശിഅരിയത്തുൻ, അതൊരു കവിതാ സമാഹാരമാണ്. തതളമനു ഖസായിദ മുതനവ്യ, വിവിധ തരം കസീദകൾ ഷെയറുകൾ കവിതകൾ അടങ്ങിയിരിക്കുന്ന ഒരു കവിതാ സമാഹാരമാണ് അഷൗക്കിയാത്ത് എന്നത്. പിന്നെ രണ്ടാമത്തത് നഹ്ജുൽ ബുർദ. അതെന്താണ്? തുഅ്തബറു മിൻ അഅ്ലമിൽ ഖസായിദ് ഫി മദ്ഹിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ മദ്ഹുൻ നബി പ്രവാചക പ്രകീർത്തനം അല്ലേ, അതിലെ ഏറ്റവും മഹത്തായ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്തായ പ്രവാചക സ്തുതി കവിതകളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നത് ബുർദ, ഇത് നഹ്ജുൽ ബുർദ എന്നത്. കതബ ഷൗക്കി അദദ മിനൽ മസ്റഹിയാത്ത് ശിഅരിയ, ഷൗക്കി ഒരുപാട് കവിതാ നാടകങ്ങളും രചിച്ചിട്ടുണ്ട്. കവിതാ നാടകം മീൻസ് കാവ്യനാടകം, ഷേക്സ്പിയറൊക്കെ എഴുതിയിട്ടില്ല, അതേപോലുള്ള കവിതാ രൂപത്തിലുള്ള നാടകങ്ങൾ. മിൻഹ, അതിൽപ്പെട്ടതാണ് മസ്റോ ക്ലിയോപാട്ര, മജ്നൂൻ ലൈല, അന്തറ പോലുള്ളതൊക്കെ. അനിശേരി, ഈ കവിതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യതഹദ്ദസു ഷൗക്കി, അഹമ്മദ് ഷൗക്കി ഇതിൽ പറയുന്നു, ഹുന ഇവിടെ, അൻ ഫളിൽ മുഅല്ലിമി, അധ്യാപകൻ്റെ മഹത്വത്തെക്കുറിച്ച്. ലി അന്നഹു യുഖ്രിജുൻ നാസ മിനൽ ലലാമി ഇലാ നൂരിൽ മാരിഫത്തി വൽ ഹിദായത്തി, കാരണം അധ്യാപകൻ മനുഷ്യരെ ഇരുട്ടിൻ്റെ മിനൽ ലലാമി, ഇരുട്ടിൽ നിന്നും ഇലാ നൂരിൽ മാരിഫത്തി, അറിവിൻ്റെയും സന്മാർഗത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. യളരിബു മിസാലൻ അലാ ദാലിക, അതിന് കുറേ ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. ദാലിക നബിയുല്ലാഹി തആല മൂസ അലൈഹിസ്സലാം, മൂസ നബി, ഫഖദ് അർസലഹു അല്ലാഹു തബാറക വ തആല ഹത്താ യുഅല്ലിമന്നാസ തൗറാത്ത, മൂസ നബിയെ തൗറാത്ത് പഠിപ്പിക്കാൻ വേണ്ടി അയച്ചു. വഹുവ കിതാബുല്ലാഹി, അത് അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ലം യക്തഫി ഷൗക്കി ബിദിക്രി നബിയില്ലാഹി മൂസ, മൂസ നബിയെ മാത്രമല്ല ഷൗക്കി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബൽ ലർബ മസലൻ ഈസ അലൈഹിസ്സലാം വകിതാബഹു ഇഞ്ചീൽ, ഈസാ നബിയെയും അദ്ദേഹത്തിൻ്റെ കിതാബ ഇഞ്ചീലിനെയും കുറിച്ചും പറഞ്ഞു. വഖീറൻ അൻ നബി മുഹമ്മദ്, ഏറ്റവും അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും പറഞ്ഞു. വഹുല്ലദി അല്ലമന്നാസ ദീനഹും വ ഉമൂറ ദുനിയാഹും, മുഹമ്മദ് നബിയാണ് ജനങ്ങളെ ദീനും അതേപോലെ ദുന്യവിയായ കാര്യങ്ങളും പഠിപ്പിച്ചത്. യുഷീറു ഷൗക്കി, ഷൗക്കി സൂചിപ്പിക്കുന്നു, ഫി കലാമിഹി, തൻ്റെ സംസാരത്തിൽ, തൻ്റെ കവിതയിൽ, അന്നൽ അർള തഫ്ഖുദു റൗനഖഹ, ഭൂമി അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബിഫഖദിൽ മുഅല്ലിമി ഖീമത്തിഹി, മുഅല്ലിമിൻ്റെ മൂല്യം നഷ്ടപ്പെടുന്നത് കൊണ്ട്. അതായത് മുഅല്ലിമിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയുടെ സൗന്ദര്യം തന്നെ നഷ്ടപ്പെടും. ലിദാലിക എന്ന് അദ്ദേഹം പറഞ്ഞു. ലിദാലിക, അതുകൊണ്ട് തന്നെ, ലാ ബുദ്ധ, അനിവാര്യമാണ്, മിൻ ഹിഫാദി അലാ ഖുദരിഹി, മുഅല്ലിമിൻ്റെ സ്ഥാനം അല്ലേ, അത് സംരക്ഷിക്കൽ, മുഅല്ലിമിന് ബഹുമാനവും ആദരവും നൽകൽ നിർബന്ധമാണ് എന്ന് പറയുകയാണ്. ഇനി അൻഷിദ് അൽ ഖസീദത്ത് ബി ലഹ്നിൻ ജസാബ, ഈ ഖസീദ നല്ല ഈണത്തിൽ പാടി നോക്കുക. പിന്നെ ഇവിടെ ഒരു ഫിഖറത്ത്, ഒരു പാരഗ്രാഫ് എഴുതണം ഈ കവിതയെക്കുറിച്ച്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. യുഅദ്ദുൽ മുഅല്ലിമു സാഹിബ മജിദിൻ കബീരിൻ, മുഅല്ലിം വലിയ മഹത്വമുള്ളവനായി പരിഗണിക്കപ്പെടുന്നു. ശബ്ബഹു അശ്ശാഇറു ഫി ഹാദ ശിഅരി, ഈ കവിതയിൽ കവി മുഅല്ലിമിനെ ഉപമിച്ചു. ബിർ റസൂലി, പ്രവാചകനുമായിട്ട്. ലി അളീമി മക്കാനത്തിഹി, അവൻ്റെ മുഅല്ലിമിൻ്റെ ഉന്നതമായ സ്ഥാനം പരിഗണിച്ചുകൊണ്ട്. ഇന്നഹു യുറബി അൻഫുസ തുല്ലാബി വ ഉഖൂലഹും, മുഅല്ലിം വിദ്യാർത്ഥികളുടെ മനസ്സുകളെ എന്ത് ചെയ്യുന്നു? തർബിയത്ത് ചെയ്യുന്നു, വളർത്തുന്നു, പരിപാലിച്ചു കൊണ്ടുവരുന്നു. ഫഹുവല്ലദി യുഖ്രിജുഹാ മിൻ ലുലുമാത്തിൽ ജഹലി ഇലാ നൂരിൽ ഇൽമി വൽ ഹിദായത്തി, അവരാണ് മനുഷ്യ മനസ്സുകളെ ലുലുമാത്തുൽ ജഹൽ, അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും, ഇലാ നൂരിൽ ഇൽമി, അറിവിൻ്റെ, വൽ ഹിദായത്തി, സന്മാർഗത്തിൻ്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്നവൻ. വല്ലാഹു സുബ്ഹാനഹു ഖൈറുൽ മുഅല്ലിമി, അല്ലാഹുവാണ് ഏറ്റവും വലിയ മുഅല്ലിം, ഏറ്റവും നല്ല മുഅല്ലിം. ജഅലൽ മുഅല്ലിമ വസീലത്തൻ ലിസ്സഖ്ലി ഹാദിഹിൽ അഖൂൽ, അല്ലാഹു അധ്യാപകനെ മനുഷ്യ മനസ്സുകളെ പരിഷ്കരിക്കാൻ ഉള്ള ഒരു മാർഗമാക്കി, ഒരു വസീലത്താക്കി. കമാ ഉൻസിലത്തിൽ കുത്തുബു സമാവിയത്തു, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുമുള്ള ഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടു. അലൽ അംബിയായി, പ്രവാചകന്മാർക്ക്. ലി തഅലീമിന്നാസി, ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി.
ലിദാലിക്ക് അതുകൊണ്ട് തന്നെ യജിബു അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ് അന്നോത്തിയൽ മുഅല്ലിമ അത്തബ്ജീല മുഅല്ലിമിന് ആദരവ് നൽകൽ അൽക്കാമില പൂർണ്ണമായ ആദരവ് വൽ ഇഹ്തിറാമല്ലദീ യലീഖു ബി മൗഖിഇഹി സാമി മുഅല്ലിമിൻ്റെ ഉന്നതമായ സ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ടുള്ള ആ സ്ഥാനത്തിന് അനുയോജ്യമായ ആദരവും ബഹുമാനവും നമ്മൾ മുഅല്ലിമിന് നൽകൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ഓക്കെ, അതൊക്കെയാണ് ഈ കവിതയിൽ മുഅല്ലിമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ശരി, ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പാഠം പഠിക്കാം.